നമസ്തേ നമസ്തേ. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ സംഭവം അത് നമ്മുടെ മലയാളി മനസ്സിനെ അല്ലെങ്കിൽ മലയാളികളെ അല്ലെങ്കിൽ ഒട്ടുമിക്ക നാട്ടിലെ ജനങ്ങളെ, അതായത് മലയാളികളുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് മലയാളികൾ ഫ്രണ്ട്സിനോടായാലും കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ നിന്ന് അടിക്കുകയാണ്. ഞാനത് പറയുന്നത് ദീപകേട്ടന്റെ കാര്യമാണ്. അപ്പോ ഞാൻ ഇന്നത്തെ മെയിൻ വീഡിയോയുടെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ജീവിതത്തിൽ മല മറിഞ്ഞു വന്നെന്ന് പറഞ്ഞാലും ഒരിക്കലും നിങ്ങൾക്ക് കിട്ടിയ ജീവിതം, ദൈവം തമ്പുരാൻ തന്ന ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ ക്വിറ്റടിച്ച് പോവരുത്. ഇപ്പൊ ഈ വീഡിയോ പറയുന്ന എനിക്കായിക്കോട്ടെ, എനിക്ക് സാധാരണ എല്ലാ മനുഷ്യരെ കൂട്ട് തന്നെ ഫിനാൻഷ്യലി നല്ല ക്രൈസിസിൽ നിൽക്കുകയാണ്. നല്ല ക്രൈസിസിൽ, അതായത് 2-2.5 മാസമായിട്ട് ജോലിയില്ല. കാരണം എനിക്ക് ഉണ്ടായിരുന്ന ജോലി എൻ്റെ അഹങ്കാരം കൊണ്ടാണ് ഞാൻ കളഞ്ഞത്. കാരണം എനിക്ക് അവിടെ നിന്ന് ജോലി എടുക്കുമ്പോൾ എനിക്ക് അതിനേക്കാളും കൂടുതൽ എക്സ്പെൻസ് എൻ്റെ കാര്യത്തിൽ വരുന്നു. എനിക്ക് അവിടെ നിന്ന് ജോലി എടുക്കുമ്പോൾ എനിക്ക് ഇന്റർവ്യൂവിന് പോകാൻ പറ്റുന്നില്ല. അവിടെ നിന്നപ്പോൾ എനിക്ക് കുറേ കോളുകൾ വരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് അവിടുന്ന് ബിസി ഷെഡ്യൂൾ ആയതുകൊണ്ട് എനിക്ക് അവിടുന്ന് ഇന്റർവ്യൂവിന് പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടുന്ന് റിസൈൻ ഇട്ടപ്പോൾ അത് കാത്തിരുന്ന പോലാണ്. അവിടുത്തെ പൊളിറ്റിക്സ് അറിയാലോ, എല്ലാ കമ്പനികളിലും പൊളിറ്റിക്സ് ഉണ്ട്. അപ്പൊ അവര് ഭയങ്കര ഒരു ലോട്ടറി അടിച്ച ഫീലിൽ അവർക്ക് വേറെ ആളുകളെ കുത്തിക്കയറ്റണം ആ സ്ഥാനത്ത്. ആ ലോട്ടറി അടിച്ച ഫീലിൽ അവർ എന്ത് ചെയ്തു, എന്റെ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്തു. അവരുടെ മുഖം കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും ചിരി വരുന്നത്. കാരണം അവർക്ക് ഭയങ്കര നന്ദിയോടുകൂടെ തന്നെ അവർ ഓക്കെ അക്സെപ്റ്റഡ് എന്നുള്ള രീതിയിൽ അവർ ഇത് ചെയ്തു, അത് എഗ്രി ചെയ്തു. അപ്പൊ അതിനുശേഷം ഞാൻ നവംബർ ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു. എഫക്റ്റീവ്ലി ഒരു 2 മാസം എന്ന് പറയാം. 2.5 മാസം ഒരു പകുതി സമയം ഞാൻ നാട്ടിൽ പോയി, തിരിച്ചു ഫാമിലിയെ നാട്ടിൽ വിട്ടിട്ട് വന്നു. അപ്പൊ എൻ്റെ ഒരു മാസത്തെ എനിക്കുള്ള ഇവിടുത്തെ കമ്മിറ്റ്മെന്റുകളും ലോണും അടക്കം വലിയൊരു ഹ്യൂജ് ഇതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നാട്ടിൽ 50 രൂപയ്ക്ക് മരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എനിക്ക് അടയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ആ ഒരു രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ലൈഫിൽ ക്വിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആത്മഹത്യയുടെ കാര്യം ഇന്ന് വരെ ഞാൻ ആലോചിച്ചിട്ട് പോലില്ല, ചെയ്യില്ല. കാരണം നമുക്ക് ദൈവം തന്ന ഒരു പുണ്യജന്മമെന്ന് മാത്രമല്ല, ലൈഫിൽ എന്ത് തന്നെ വന്നാലും നിങ്ങൾ നേരിടാൻ പഠിക്കുക. ഇപ്പൊ കണ്ടില്ല, റിമോട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ കാറ് വാങ്ങിച്ചു കൊടുത്തില്ല, അല്ലെങ്കിൽ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തില്ല, അല്ലെങ്കിൽ ബുക്ക് വാങ്ങിച്ചു കൊടുത്തില്ല, പൈസ പോക്കറ്റ് മണി കൊടുത്തില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് പേരുകൾ ആത്മഹത്യ ചെയ്യുന്ന, കുഞ്ഞുങ്ങളടക്കം ആത്മഹത്യ ചെയ്യുന്ന നാടാണ്. ഇപ്പൊ നമുക്ക് ഇന്ത്യൻ എന്ന് പറയണ്ട, അല്ലെങ്കിൽ മലയാളി എന്ന് പറയണ്ട, ഒട്ടുമിക്ക രാജ്യത്തിലെ ആൾക്കാരും ഇത് തന്നെയാണ്. ഈ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് റീൽ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ മെന്റൽ കപ്പാസിറ്റിയും ഒക്കെ മാറും. പിന്നെ മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ അഡ്വൈസ് ചെയ്യാതെ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ അവർ സ്ക്രോൾ ചെയ്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിന്റെ ബാക്കി സംഭവിക്കും. ഞാനിപ്പം ദീപക്കേട്ടന്റെ കാര്യം പറയുന്നത് അതുകൊണ്ടൊന്നുമല്ല. പുള്ളിക്ക് ഒരു 38-40 വയസ്സുള്ള ഒരു മനുഷ്യനാണ്. പുള്ളിക്ക് 99% ഈ പുള്ളിക്കാരനെ എല്ലാവരും സ്വീകരിച്ചാണ്, സമൂഹം സ്വീകരിച്ചാണ്, നാട്ടുകാർ സ്വീകരിച്ചാണ്. അതായത് പുള്ളി തെറ്റുകാരനല്ല എന്ന് എല്ലാവരും പറഞ്ഞിട്ടും 1% ആൾക്കാരാണ് പുള്ളിക്ക് എതിരായിട്ട് പറഞ്ഞത്. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹം ആ വീഡിയോ മാത്രമായിരിക്കും കണ്ടത്. അദ്ദേഹത്തിന് ടെൻഷൻ ആത്മഹത്യ ചെയ്തു. ഞാൻ ഇതേപോലത്തെ മനുഷ്യരോട് പറയുന്ന ഒരു കാര്യം, ദുർബലനായിരിക്കാം, ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും നിങ്ങൾ ദുർബലനായിരിക്കാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ മുഖ്യമന്ത്രിമാര്, അല്ലെങ്കിൽ നമ്മുടെ ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹം നേരിട്ട കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പൊ നമുക്ക് ഈ മാൻകൂട്ടം, ഞാൻ അങ്ങനെ വിളിക്കുന്നുള്ളൂ. അപ്പോ ആ പുള്ളിക്കാരൻ നേരിട്ട പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോ എന്നിട്ട് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, ആ പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്യുന്നുണ്ടോ? ഇല്ല. പിന്നെ നമ്മുടെ കർണാടകയിൽ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. അപ്പൊ ആ രാഷ്ട്രീയ പ്രവർത്തകൻ അവിടെ അമ്പലത്തിന്റെ അവിടെ കുറെ പേരെ ഇതേപോലെ കൊന്നു പഴിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫാമിലിക്ക് എഗൻസ്റ്റ് ആയിട്ട് എത്രയോ പേര്. അപ്പൊ ആ ഫാമിലി എല്ലാം കൂടെ അവർ ആത്മഹത്യ ചെയ്ത് വാഷൗട്ട് ആയി പോയതെങ്കിൽ ആർക്ക് പോയി? അപ്പൊ ഞാൻ പറയുന്നത് ലിവിങ് എക്സാമ്പിൾ. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇത് കാണുക, നിങ്ങൾ ഈ കാര്യങ്ങൾ കാണുക, നിങ്ങളുടെ മൈൻഡ് ഒരു ഓട്ടോമാറ്റിക്കലി പവർ ആക്കുക. ഒരു ദുർബല നിമിഷത്തിൽ പെട്ടെന്ന് ഒരു തീരുമാനത്തിലൊക്കെ എടുത്തു ചാടുന്നു. പക്ഷെ നിങ്ങൾ എന്തിനാ ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്നു? ഇപ്പൊ ദീപക്കേട്ടൻ ടോട്ടലി, അതായത് അദ്ദേഹത്തിന് ഫാമിലി ഡിവോഴ്സ്ഡ് ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് അങ്ങ് പാനിക്കായിപ്പോ. പാവമാണ്, പാവം പിടിച്ചൊരു മനുഷ്യനാണ്. എല്ലാവരും എത്ര കൂട്ടുകാരന്മാര് കരയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വിരഹവാർത്ത അറിഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മൾ ടി വിക്കകത്ത് കണ്ടാണല്ലോ. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ദയവ് ചെയ്ത് ക്വിറ്റ് ചെയ്യരുത് പ്ലീസ്.